നമസ്കാരം. കിളിയൂരിൽ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ പ്രജിൻ ലക്ഷ്യമിട്ടത് 5 പേരെ. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും വകവരുത്തുകയായിരുന്നു ലക്ഷ്യം. ഇതിനൊപ്പം സഹോദരി ഭർത്താവും ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. മറ്റൊരാൾ അയൽവാസിയും. പ്രജിൻ ജോസിന്റെ പെരുമാറ്റത്തിലും ജീവിതത്തിലും അടിമുടി നിഗൂഢതയുണ്ട് എന്ന് തിരിച്ചറിയുകയാണ് പോലീസ്. 5-ാം തീയതി രാത്രിയാണ് കിളിയൂർ ചാരുവിള ബംഗ്ലാവിൽ ജോസിനെ മകൻ പ്രജിൻ ജോസ് അതിക്രൂരമായി വെട്ടിക്കൊന്നത്. സോഫയിൽ കിടക്കുകയായിരുന്ന അച്ഛന്റെ കഴുത്തിലാണ് പ്രതി ആദ്യം വെട്ടിയത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിന്തുടർന്നെത്തി അടുക്കളയിൽ വെച്ച് തലയിലും നെഞ്ചിലും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. മറ്റാരുടെയോ നിർദ്ദേശപ്രകാരമാണ് ഈ കൊലയെന്ന സംശയം പോലീസിനുണ്ട്. പ്രജിന് ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ട് എന്നാണ് ബന്ധുക്കളുടെ സംശയം. പ്രജിനെ ഭയന്നാണ് മാതാപിതാക്കൾ വീട്ടിൽ കഴിഞ്ഞിരുന്നത് എന്നും എന്തെങ്കിലും ചോദിച്ചാൽ ഇവരെ മർദ്ദിക്കുന്നത് പതിവായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. അച്ഛനെ കൊലപ്പെടുത്തും മുൻപ് പ്രജിൻ തന്റെ ശരീരത്തിലെ രോമവും തലമുടിയും സ്വയം നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഇയാളുടെ മുറിയിൽ ഇതിനേക്കാളേറെ തലമുടിയുടെ ഒരു കൂമ്പാരമാണ് കണ്ടെത്തിയത്. ഭസ്മവും കളിമണ്ണും മുറിയിലുണ്ടായിരുന്നു. ജോസിന്റെ കൊലപാതകത്തിന് മുൻപ് പ്രജിൻ തന്റെ ഐഫോൺ അടക്കമുള്ള ഫോണുകൾ ഫോർമാറ്റ് ചെയ്തിരുന്നു. തന്നെ ആഭിചാരത്തിന്റെ വഴിയെ നയിച്ചവരുടെ വിവരങ്ങൾ പുറത്തറിയാതിരിക്കാനായിരുന്നു ഇതെന്നായിരുന്നു സൂചന. വീട്ടിൽ നിന്നും കിട്ടിയ കുറിപ്പുകളിലാണ് പ്രജിന്റെ കൊലപാതക പദ്ധതികൾ പോലീസ് തിരിച്ചറിയുന്നത്. ജോസിന്റെ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിലൊരു മോഷണ ശ്രമം നടന്നിരുന്നു. ചില കുറിപ്പുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. എന്നാൽ ഇതിന് പിന്നിലും പ്രജിനാണ് എന്നാണ് നിലവിലെ സംശയം. അന്നേ ദിവസം കിട്ടിയ കുറിപ്പിന് സമാനമായ പല കുറിപ്പുകളും ഇയാളുടെ മുറിയിൽ നിന്ന് കണ്ടെത്തി. വിചിത്രമായ കുറിപ്പുകളും പ്രതിമകളും പല വിധത്തിലുള്ള ഉപകരണങ്ങളുമാണ് പ്രജിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത്. ഐ ആം സൂപ്പർ സൈക്കോ എന്ന് തുടങ്ങിയ പല വാചകങ്ങളും ഇയാൾ മുറിയിൽ എഴുതി വച്ചിരുന്നു. കളിമണ്ണ് നിർമ്മിച്ച പ്രതിമകളും മറ്റു ചില രൂപങ്ങളും കണ്ടെത്തി. കളിമണ്ണ് കൊണ്ട് പ്രതിമയുണ്ടാക്കി അതിനെ തല ഛേദിക്കുന്നത് പ്രജിന്റെ ഒരു സ്വഭാവമായിരുന്നു. ഹാർഡ്വെയർ കടയിൽ നിന്ന് ലഭിക്കുന്ന പല വസ്തുക്കളും ഉപയോഗിച്ച വിവിധ തരം ടൂൾസും ഇയാൾ നിർമ്മിച്ചിരുന്നു. ജോസിന്റെ ശരീരത്തിൽ ആകെ 28 തവണയാണ് വെട്ടേറ്റത്. കൊലപാതകത്തിന് മുൻപും ജോസിന്റെ മകനിൽ നിന്ന് പതിവായി മർദ്ദനമേറ്റതായും സംശയങ്ങളുണ്ട്. ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ ഒട്ടേറെ പാടുകൾ ഉണ്ടായിരുന്നു. പ്രജിന്റെ ജീവിതം ഏതാനും വർഷങ്ങളായി അടിമുടി നിഗൂഢത നിറഞ്ഞതായിരുന്നു. ചൈനയിൽ MBBS വിദ്യാർത്ഥിയായിരുന്ന പ്രജിൻ കോവിഡ് കാലത്താണ് നാട്ടിൽ തിരികെ എത്തുന്നത്. പിന്നീട് ചൈനയിൽ പോയി പഠനം തുടരാനായില്ല. ഇതിനിടെ കൊച്ചിയിൽ സിനിമ സംബന്ധിച്ച പഠനത്തിനായി പോയി. ഇതിനായി 1.5 ലക്ഷത്തോളം രൂപയാണ് നൽകിയത്. സിനിമാ പഠനത്തിന് ശേഷം തിരികെ എത്തിയതോടെയാണ് പ്രജിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടത്. വീട്ടിലെ മുകൾ നിലയിൽ മുറിയിലായിരുന്നു പ്രജിൻ അധിക സമയവും ചെലവഴിച്ചിരുന്നത്. ഇവിടേക്ക് മാതാപിതാക്കളെ പോലും പ്രവേശിപ്പിച്ചിരുന്നില്ല. മിക്ക ദിവസങ്ങളിലും അർദ്ധരാത്രി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതും പതിവായിരുന്നു. രാത്രി വീട് വിട്ടിറങ്ങിയാൽ 1-2 മണിക്കൂർ കഴിഞ്ഞാണ് തിരികെ എത്താറുണ്ടായിരുന്നത്. വീട്ടിലെ മുകൾ നിലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായി പ്രത്യേക കോണിയും ഉണ്ടായിരുന്നു. രാത്രി പുറത്തു പോകുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ ദേഷ്യപ്പെടും, അക്രമവും കാട്ടും. മാതാപിതാക്കൾ എന്തെങ്കിലും ചോദിച്ചാൽ അവരുടെ മുഖത്തേക്ക് തുപ്പുന്നതും പ്രജിന്റെ രീതിയായിരുന്നു. വീട്ടിൽ പ്രാർത്ഥനാ സമയത്ത് പ്രജിൻ മുകൾ നിലയിലെ മുറിയിൽ ഉച്ചത്തിൽ പാട്ട് വയ്ക്കും. സാത്താൻ സഭയുമായി ബന്ധപ്പെട്ട ചില പാട്ടുകളാണ് മുറിയിൽ നിന്ന് കേൾക്കാറുള്ളത് എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഈ സമയത്ത് ഇയാൾ കറുത്ത വസ്ത്രം ധരിക്കുന്നതും പതിവായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ആരെയും തന്റെ മുറിക്കുള്ളിൽ കയറ്റാൻ പ്രജിൻ അനുവദിച്ചിരുന്നില്ല. ജോസിന്റെ കൊലപാതകത്തിന് ശേഷമാണ് മുറിക്കുള്ളിലെ വിചിത്രമായ പല കുറിപ്പുകളും പുസ്തകങ്ങളും പ്രതിമകളും എല്ലാം വീട്ടുകാർ കാണുന്നത്. ജോസ് കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപും പ്രജിൻ വധഭീഷണി മുഴക്കിയിരുന്നതായാണ് ബന്ധുക്കൾ പറയുന്നത്. കൊലപാതകം നടന്നതിന്റെ ഒരാഴ്ച മുൻപ് ഇവരുടെ ബന്ധു വീട്ടിൽ കല്യാണമുണ്ടായിരുന്നു. വിവാഹ ചടങ്ങിനിടെ പ്രജിൻ ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ ചിലർ അയാളെ കളിയാക്കി. ഇതേ തുടർന്ന് മാതാപിതാക്കളെയും സഹോദരിയെയും കാറിൽ കയറ്റി പ്രജിൻ തിരികെ പോന്നു. അമിത വേഗത്തിലാണ് ഇയാൾ കാർ ഓടിച്ചിരുന്നത്. സഹോദരി ഇത് ചോദ്യം ചെയ്തതോടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിന്നെയും സ്വർഗത്തിൽ എത്തിക്കും എന്നായിരുന്നു ഇയാളുടെ ഭീഷണി. അതായത് കുടുംബത്തെ മുഴുവൻ തീർക്കാനുള്ള പക ഇയാൾ സൂക്ഷിച്ചിരുന്നു. ഫോണും കമ്പ്യൂട്ടറും പരിശോധിച്ചാൽ പുറം ലോകം അറിയാത്ത പലതും അറിയാൻ കഴിയുമെന്നാണ് ബന്ധുക്കൾ ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്.